ഹായ് കേരറ്റ്സ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ആൾറെഡി 2026 ജനുവരി മാസത്തിൽ വന്നതാണ്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് ഒന്നുകൂടി ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏജ് റിലാക്സേഷൻ കൂടി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി കാണണം. ഫോം ഫില്ല് ചെയ്ത കുട്ടികളും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ട് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക്. കാരണം 1 ഇയർ ഏജ് റിലാക്സേഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഫുൾ കാണുക. ആകെ 1 വീക്ക് മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ 1 വീക്കിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന ബെറ്റർ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാനുള്ളത് 2026 ഡിഫൻസ് ജോബിന്റെ അപ്ഡേറ്റ് എടുത്താൽ ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആയിരുന്നു. ജനുവരി മന്തിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ ഫോം ഫില്ലിംഗ് സ്റ്റോപ്പ് ആയി. നോട്ടിഫിക്കേഷനിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 30 ആൻഡ് 31 എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ 2025 ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏജ് റിലാക്സേഷൻ 1 ഇയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇന്ത്യൻ എയർഫോഴ്സ് എന്താണ് ചെയ്തത്? ഏജ് റിലാക്സേഷൻ 1 ഇയർ കൊടുത്തു. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ എയർഫോഴ്സ് ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. ഏജ് റിലാക്സേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് എന്നതിനെക്കുറിച്ച്. ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. മാർച്ച് 3 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവും. മാർച്ച് 10 ഫോം ഫില്ലിംഗ് ക്ലോസ് ആവുന്നതായിരിക്കും. എല്ലാവരും ഫോം ഫില്ല് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ 1 ഇയർ ലഭിച്ചിട്ടുമുണ്ട്. നോക്കൂ കുട്ടികളെ, ഈ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്, അതായത് ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തയ്യാറെടുത്ത കുട്ടികളുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ആ കുട്ടികൾക്ക് ഈ തവണ കൂടി ചാൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. ഞാൻ പറയുന്ന ഏജ് ലിമിറ്റിനുള്ളിൽ നിങ്ങളുടെ ഏജ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, 1 ജനുവരി 2005 1 ജൂലൈ 2009 ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫോം ഫില്ല് ചെയ്ത കുട്ടികൾ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഫോം ഫില്ല് ചെയ്യാത്ത കുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഫോം ഫില്ല് ചെയ്ത കുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം. എല്ലാവരും അറിയട്ടെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം കുട്ടികളെ, ഓൺലൈൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആയത്, ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന്. നോക്കൂ കുട്ടികളെ, 3 മാർച്ചിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th മാർച്ചാണ്. ഇന്ന് മാർച്ച് 4 ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ചിലപ്പോൾ സൈറ്റ് നല്ല രീതിയിൽ ജാം ആയിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം നിങ്ങളെ കൊണ്ട് ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നിവയുടെ ഫോം ഫില്ലിംഗ് എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ പോയാൽ തന്നെ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ലിങ്ങിൻ്റെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും പിന്നെ ഏജ് ലിമിറ്റും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്, നിങ്ങൾക്ക് 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ. നിങ്ങൾക്ക് എക്സ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ പാസ്സായിരിക്കണം. +2 നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് മാത്സ് ഉണ്ടായിരിക്കണം, ഫിസിക്സ് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. അതേപോലെ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് 50% ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എയർഫോഴ്സ് വൈയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്താണ് കുട്ടികളെ? ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു കേഡറ്റ് ആണെങ്കിലും, കൊമേഴ്സ് പഠിച്ച കേഡറ്റ് ആണെങ്കിലും, ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടീഷൻ എന്താണ്? +2 അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എയർഫോഴ്സ് എക്സിലേക്കും വൈയിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ബോത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. 2 ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. ഏജ് ലിമിറ്റിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലും. പിന്നെ ഈ പറഞ്ഞ PCM പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും അവർക്ക് 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായി? അതായത് ഫിസിക്സും മാത്സും ഇംഗ്ലീഷും പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 2ലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചാൻസ് മിസ് ചെയ്യരുത്. 2ലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2ലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഇനി അപ്ഡേറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്
മെയിൽ കേഡറ്റ് ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഫീമെയിൽ ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. വെയിറ്റ് നിങ്ങളുടെ ഏജ് അതേപോലെ തന്നെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. മെയിൽ കേഡറ്റ് ആണെങ്കിൽ ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഓൺലൈൻ എക്സാം ആണ്. ഓൺലൈൻ എക്സാം പാസ്സായപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് ഫിസിക്കലാണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, അതോടൊപ്പം തന്നെ GD ഉണ്ട്, പിന്നെ SRT ഉണ്ട്. അതിനുശേഷമാണ് മെഡിക്കൽ വരാൻ പോകുന്നത്. ക്ലിയർ? ഈ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 01/2027 ഇൻടേക്കാണ് കേട്ടോ. 02/2026 ഇൻടേക്കിൻ്റെ ഇപ്പോൾ സ്റ്റേജ് 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവരുടെ മെഡിക്കലും കംപ്ലീറ്റ് ആയി. ഇനി അവരുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന PSL ലിസ്റ്റും അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റുമാണ്. ഈ ഇൻടേക്ക് ഏതാണ്? 01/2027 ഇൻടേക്കാണ്. ഇനി നമുക്ക് PFT നോക്കാം. കുട്ടികളെ നോക്കൂ. 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത്. മെയിൽ കേഡറ്റ് 7 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. നെക്സ്റ്റ് ആണ് മെയിൽ കേഡറ്റിൻ്റെ ഈവൻ്റ് ആണ് പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാഡ്സ്. ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ സിറ്റപ്പും സ്ക്വാഡ്സും മാത്രമാണ് ഇവരുടെ ഫിസിക്കൽ ഈവൻ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഉടനെ ഇവർക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം ഒറ്റ ദിവസത്തിലാണ് നടക്കുന്നത്. സ്റ്റേജ് 2ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം മാത്രമാണ്. എക്സാം പാസ്സാൽ പിന്നെ നിങ്ങളുടെ സ്റ്റേജ് 2 ആണ്. അതിന് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2 സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്, ഫിസിക്കലാണ്. ഫിസിക്കൽ പാസ്സാൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 ആണ് ആൻഡ് 2 ആണ്. 1 എന്ന് പറഞ്ഞാൽ SRT ആണ്. അതിനുശേഷം പിന്നെ GD ആണ്. ഇത് പാസ്സാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വരുന്ന മെഡിക്കലാണ്. മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. SRTയും GDയും കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങളെ മെഡിക്കലായിരിക്കും വരാൻ പോകുന്നത്. മെഡിക്കൽ ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എങ്ങനെയാണോ ഇന്ത്യൻ ആർമിയിലും നേവിയിലും SSC GDയിലൊക്കെ മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലും മെഡിക്കൽ അവർ കണ്ടക്ട് ചെയ്യുന്നത്. കോമൺ ആയിട്ട് എല്ലായിടത്തും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറെടുക്കാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റേജ് 1ലെയും സ്റ്റേജ് 2ലെയും ഫുൾ പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും SRT GD എല്ലാം നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. നോക്കൂ കുട്ടികളെ, എക്സിൻ്റെ 4000, Y 2500, MA ആണെന്നുണ്ടെങ്കിൽ 4000. ഇത്രയുമാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഫെസിലിറ്റീസ് പറഞ്ഞു തരാം. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ക്ലാസ്സുകളുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും കാണാൻ പറ്റുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കിവിടെ 2020 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ പ്രോപ്പർ ക്ലാസ് ലഭിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ നമ്മുടെ ടീം നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ചാൻസ് മിസ് ചെയ്യരുത്. ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാൻസ് ആയിരിക്കും മിക്ക കേഡറ്റിൻ്റെയും. ചാൻസ് മിസ് ചെയ്യരുത്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, ചാൻസ് മിസ് ചെയ്യരുത്. കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതേ രീതിയിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതും വേക്കൻസി ഇത്രയും വരുന്നതൊക്കെ. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് അറിയാൻ ആന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.